നല്ല ചൂട് കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ വൈകുന്നേരത്തെ 4 മണിയുടെ ചായക്ക്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം ശർക്കരയും 1/2 ഗ്ലാസ് വെള്ളം, അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, ഇതും കൂടിയിട്ട് ഒരു 5 മിനിറ്റ് ശർക്കരപ്പാനി ആകാൻ വേണ്ടി ഗ്യാസിൽ അങ്ങനെ ഓണാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. പതുക്കെ ഒന്ന് ഉരുകി വരട്ടെ. അതിനുശേഷം ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തത്. ഒരു പാത്രത്തിലേക്ക് പത്തിരിപ്പൊടി, ഒരു 2 ഗ്ലാസ് പത്തിരിപ്പൊടി എടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ആദ്യം 1 ഗ്ലാസ് ഒഴിച്ചതിന് ശേഷം വീണ്ടും 1 ഗ്ലാസും കൂടി ഒഴിച്ച് ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ആ പത്തിരിപ്പൊടിയിലേക്ക് വെള്ളമൊക്കെ നന്നായി ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും ശർക്കരയൊക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിൽ വേറെ കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. നന്നായി തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ 1 മുറി തേങ്ങ ചിരവിയതാണ്, അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ചെറുതായി ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നന്നായി വറ്റി വരുന്നുണ്ട്. നേരത്തെ പോലെ ആ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊന്ന് നന്നായി തണുത്ത് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾക്ക് ആ പത്തിരിയുടെ മാവുണ്ടല്ലോ, അതൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അത് നന്നായി കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് ചെറുതായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കറക്റ്റായിരുന്നു. അതിനുശേഷം ശർക്കരയും തേങ്ങയും ഉള്ള മിക്സും കൂടി നന്നായി ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. നന്നായി ഉണ്ട പോലെ ഉരുട്ടിയതിന് ശേഷം ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി ജസ്റ്റ് 1 സ്പൂൺ തേങ്ങയും ശർക്കരയും ഉള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഉരുട്ടിയെടുക്കുക കേട്ടോ. ഒന്ന് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം എല്ലാം മാവ് കൊണ്ട് കവർ ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാം. ഇതൊന്നും പൊട്ടിപ്പോകുമൊന്നുമില്ല കേട്ടോ. നമ്മൾ നല്ല കൊഴുക്കട്ടയായിട്ട് തന്നെ കിട്ടും. ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ നല്ല ഫില്ലിങ്സും. അല്ലാതെ ശർക്കര മാത്രം ചിരകി ഇടാറുമുണ്ട്. തേങ്ങയും ശർക്കരയും ചിരകി ഇടുകയാണെങ്കിൽ ജസ്റ്റ് പൊട്ടിപ്പോയിട്ട് ആ ശർക്കര പാനിയൊക്കെ സൈഡിലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് വറ്റിച്ചെടുത്ത് ചെയ്യുമ്പോൾ, ശർക്കര പാനി ഉണ്ടാക്കി വറ്റിച്ചെടുത്ത് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൊഴുക്കട്ട കിട്ടും. അപ്പോൾ എല്ലാ കൊഴുക്കട്ടയും ഞാൻ അതുപോലെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് കൊഴുക്കട്ടയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. 8 കൊഴുക്കട്ടയാണ് എനിക്ക് 2 ഗ്ലാസ് അരിയിൽ കിട്ടിയത്. ഇത് അത്യാവശ്യം വലിയ കൊഴുക്കട്ടയായതാണ് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 10 വരെ നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ, 2 കപ്പ് എന്ന് പറയുന്ന ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ ഞാനെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഇഡ്ഡലി തട്ടിൽ വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ ആകെ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് തട്ട് വെച്ചിട്ട് ഈ കൊഴുക്കട്ട ഇട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ, വെള്ളമൊന്നും സൈഡിലൊന്നും വന്നിട്ടില്ല. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കൊഴുക്കട്ട. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതിൽ ഏലക്കയൊക്കെ ഇടാം കേട്ടോ. നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ 2 ഏലക്കയൊക്കെ ചതച്ചിട്ടാൽ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാനെല്ലാം പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു. ചായ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തെ ഫില്ലിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. കത്തിയൊക്കെ ഇടുമ്പോൾ തന്നെ സൈഡിലൂടെയൊക്കെ സോഫ്റ്റായിട്ട് ഒരു സൈഡിൽ നിന്ന് പൊട്ടുന്നുണ്ട്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കൊഴുക്കട്ടയാണ്. ചൂടുവെള്ളത്തിൽ തന്നെ മാവ് കുഴയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഞങ്ങൾ ചായ കുടിക്കട്ടെ. അപ്പം നിങ്ങൾ ഇതുപോലെയാണോ കൊഴുക്കട്ട ഉണ്ടാക്കാറെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.